വളരെ നന്നായിട്ടുണ്ട്. പൊതുവെ മിമിക്രി താരങ്ങൾക്ക് ഈയിടയ്ക്ക് യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഈ ആൺകുട്ടികൾക്കും പണ്ടൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ഒരുമിച്ചായിരുന്നല്ലോ മിമിക്രി കോമ്പറ്റീഷനൊക്കെ. പിന്നീട് അത് മാറ്റുകയുണ്ടായി. ഇപ്പം പെൺകുട്ടികൾക്ക് ചില പരിമിതികളുണ്ട് എന്നിങ്ങനെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് അതുകൊണ്ട് അവർക്ക് അവരുടേതായ ചില പരിമിതികൾ കാണുമായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദപരിമിതിയോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക്? ഇപ്പം സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ സ്ത്രീകളുടെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുരുഷന്മാരുടെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള സൗണ്ട്. അപ്പം കൂടുതലായിട്ടുള്ള സൗണ്ടുകളൊക്കെ അനുകരിക്കാൻ കൂടുതൽ എളുപ്പം പുരുഷന്മാർക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ ഇഷ്ടപ്പെട്ട നേരത്തെ കൊമേഡിയൻ ഇന്ദ്രൻസ് ആണെന്ന് പറഞ്ഞു. അതല്ലാതെ വേറെ സിനിമാ താരങ്ങളിൽ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ആരാധന ആരുടെങ്കിലും ഉണ്ടോ? ഇഷ്ടം എന്ന് പറയുമ്പം കോമഡി ആർട്ടിസ്റ്റുകളെ മിക്കവാറും എല്ലാവരും ഇഷ്ടമാണ്. മാള, അതുപോലെ പിന്നെ ജനാർദ്ദനൻ, അങ്ങനെ കുറെ മിക്ക ആർട്ടിസ്റ്റുകളെ ഇഷ്ടമാണ്. ഹാസ്യതാരങ്ങളല്ലാതെ വേറെ? ഹാസ്യതാരങ്ങളല്ലാന്ന് പറയുമ്പോൾ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിച്ച് ബാബു ആന്റണി, പിന്നെ അതുപോലെ ജയറാം, മിക്ക ഇഷ്ടമാണ്. അതല്ല, നടികളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? നടികളിൽ കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ പുതിയ മിക്ക നടികളെ ഇഷ്ടമാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു മിമിക്രി താരം എന്ന നിലയിൽ ഭാവിയെ കുറിച്ചുള്ള സങ്കല്പം, സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നല്ല അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവണമെന്നാണ് കൂടുതൽ ഇഷ്ടമുള്ള ഏറ്റവും വലിയ ആഗ്രഹം? ഏറ്റവും വലിയ ആഗ്രഹം മിമിക്രി ആർട്ടിസ്റ്റ് ആവണം, നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാവണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പൊ ഈ രംഗത്ത് മിമിക്രിയില് കൂടുതൽ പ്രോത്സാഹനം, അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കണ്ട് വിമർശിച്ച് എല്ലാം വേണ്ട സംഭാവനകളൊക്കെ നൽകുന്നത് ആരാണ് കൂടുതൽ? ഞങ്ങള് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ 3 പേരോട് ചേർന്നാണ് ട്രൂപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ 3 പേരും ഇതുപോലെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. എന്തെങ്കിലും തെറ്റി കഴിഞ്ഞാൽ അവർ പറയും അത് നീ ചെയ്യണ്ട, അടുത്ത പ്രാവശ്യം നീ ചെയ്യണ്ട, അല്ലെങ്കിൽ നീ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറയും. അതിൻ്റെ 3 കൂട്ടുകാരുണ്ട്, അടുത്ത 3 കൂട്ടുകാരാണ്. ഫ്രണ്ട്സിന്റെ പേര് പറയാമോ? താജ്, അജിത്ത്, പിന്നെ പ്രമോദ്, 3 പേരാണ്. വീട്ടിൽ എങ്ങനെ പൊതുവെ വീട്ടുകാർക്ക് ഇപ്പം പൊതുവേ ഉള്ള ഒരു മാതാപിതാക്കളുടെ കാര്യം പറയുക, മക്കളിങ്ങനെ കലാരംഗത്തൊക്കെ ഇപ്പൊ പൊതുവെ കലാതിലകങ്ങളാക്കാനൊക്കെ വേണ്ടി മാതാപിതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. പക്ഷെ അതേസമയം ഇങ്ങനെ കൂടുതൽ കഷ്ടപ്പെട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു കലയിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാണ്, പഠിത്തം ഉഴപ്പുന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാറുണ്ട്. കോളേജിലൊക്കെ രാവിലെ മിക്ക ദിവസം പോകാൻ പറ്റാതൊക്കെ വരുമ്പോൾ വീട്ടിൽ അച്ഛനും വഴക്കൊക്കെ പറയും, പ്രോഗ്രാമൊന്നും പോകണ്ട, രാത്രി ഉറക്കളപ്പ് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാറുണ്ടായിരുന്നു. ഇപ്പം പിന്നെ പ്രോഗ്രാമൊക്കെ അവർ മുമ്പൊന്നും പ്രോഗ്രാം കണ്ടിട്ടില്ല. പ്രോഗ്രാമൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്കും താല്പര്യം വെറുതെ ഇങ്ങനെ ഉറക്കളപ്പ് എന്നൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവർ ഇതിനോട് സഹകരിച്ച് പോകുന്നുണ്ട്. വീട്ടില് കൂടുതൽ ഈ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? ചേച്ചിമാരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കും. പ്രോഗ്രാമൊക്കെ പോകണം എന്നൊക്കെ പറയാൻ, അവരെ വിടണം എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പറയും കൊള്ളാം എന്ന് പറയും. ഇനി ഏതെങ്കിലും ഐറ്റംസ് കാണിക്കാനുണ്ടോ? ഇനി കുറെ സിനിമാ താരങ്ങളുടെ സൗണ്ട് പറയാനുണ്ട്. അത് ഇപ്പൊ ഒന്ന് ചെയ്യാം. ജനാർദ്ദന്റെ ശബ്ദം ഒന്ന് പറയാം. ഒറ്റപ്പെട്ട് തോമാച്ച് തന്റെ ഫോണിലേക്ക് കെട്ടിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് പീസ് വീട്ടാക്കും. മൂർക്കനാണ് ധാരാളം പെൺപാല് കണ്ടപ്പ ദേശപ്പ ഓടി വാട്, എന്റെ കാല് തല്ലി ഒടിച്ചെന്റെ 10 കാലൂടെ തല്ലി ഒടിക്കണേ. അയ്യോ എന്റെ കാലല്ലേ, അവന്റെ കാല്. അടുത്തിട്ട് ഇന്ദ്രൻസിന്റെ സൗണ്ട് എന്ന് പറയാം. ചേച്ചി എന്നെ പണ്ടോ സുരേഷ് ഗോപിയുടെ കൂട്ടല്ലേ? എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഞാനാണോ സുരേഷ് ഗോപി എന്ന്. 12 മക്കളോ പെറ്റൊരമ്മ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്ത്. ഇത് ഞാൻ പറഞ്ഞതല്ല, മൗസൂരന്മാര് പറഞ്ഞോ. ചേച്ചി സത്യസന്ധയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. ബാബുവാനിയുടെ സൗണ്ട് നന്നായിരിക്കാം. പരമതാരയോണ്ട് താനോട് ചെറ്റയാണെന്ന് എനിക്കറിയാം.
എന്നാലും ഞാൻ പറയുന്നു, എന്റെ പൗരത്തിന് എന്തെങ്കിലും ശ്രമിച്ചാൽ ഗോൾഡ് പ്ലസ് കോക്ക്. പ്രായം കൂടിയല്ല, മുമ്പേ കൂടിയും, പിന്നെ അത് കൂടിച്ചേരാൻ പ്രയാസമാണ്. മൈൻഡ് ഇറ്റ്. പോട്ടെ. അടുത്തൊരു മാളാരവിന്ദന്റെ ശബ്ദം അനുകരിക്കാം. പത്ത് മോളെ കിട്ടിച്ചാണോ മോളെ പതിനൊക്കെ ക്ലിപ്പിടും. ഞാൻ വള ഒരു മോളല്ല. പോട്ടെ, എന്നാ വരട്ടെ. കൊച്ചിങ്ങനെ ശബ്ദം അനുകരിക്കാം. നന്നായിട്ടുണ്ട്. അനീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല മിമിക്രി താരമാണ്. അവന് സിനിമാ രംഗത്തേക്കും കൂടെ ഒന്ന് ചുവടുറപ്പിക്കുക എന്നുള്ളതാണ്. അനീഷിന്റെ ആഗ്രഹം പോലെ ഒരുപാട് പ്രശസ്തിയിലേക്കും ഉയരങ്ങളിലേക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.